മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. ചെറിയ മകനായിരിക്കുന്ന സമയത്ത് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ അവിടെ ഒരുങ്ങുകയാണ്. തന്റെ പിതാവ് വന്നുകൊണ്ട് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, പൊന്നുമോനെ, യുദ്ധത്തിന് വരുന്നുണ്ടോ പൊന്നുമോനെ? ചെറിയ മകനോട് വാപ്പ വിളിക്കുകയാണ്. ഉഹുദിന്റെ രണാങ്കുളം അവിടെ ഒരുങ്ങുകയാണ്, അതിനോടൊപ്പം ചേരാൻ നിനക്ക് ഭാഗ്യമുണ്ടോ? ആ പൊന്നുമോനെ അവിടുന്ന് തന്റെ വാപ്പ വിളിക്കുമ്പോൾ ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ കൊച്ചുമകനാകുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ എന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിച്ചു നബിയേ, ഉഹുദിന്റെ രണാങ്കളത്തിലേക്ക് എന്നെ വിളിച്ചു നബിയേ, എനിക്ക് അനുവാദമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ആ പൊന്നുമോനോട് ചോദിക്കുകയാണ്, മോനെ അബൂ സഈദ്, നിനക്ക് ആഗ്രഹമുണ്ടോ പൊന്നുമോനെ? നിനക്ക് ആഗ്രഹമുണ്ടോ പൊന്നുമോനെ? മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുകയാണ്, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, വല്ലാത്ത ആഗ്രഹമോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ശഹീദിന്റെ പട്ടമണിയാർ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ, അനുവാദം തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് റസൂല്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിലേക്കൊന്ന് തലോടിയിട്ട് ആ പൊന്നുമോനോട് പറയാണ്, മോനെ, ഇപ്പോ നിനക്ക് അനുവാദമില്ലല്ലോ പൊന്നുമോനെ, വാപ്പ വരട്ടെ, വാപ്പ വന്ന് ഉഹുദിൽ പങ്കെടുക്കട്ടെ, നിനക്ക് അനുവാദമില്ലല്ലോ മോനെ. ഉമ്മാടൊപ്പം ഇരുന്നു കൊണ്ട് ഇൽമു നുകരുക, ഇൽമു പഠിക്കുക, ഇതാണ് നിന്റെ പ്രായമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വിടുകയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. അവിടുന്ന് പുന്നാര ഉമ്മ ചോദിച്ചു, മോനെ, റസൂലുള്ളാഹി തങ്ങളെ നീ കണ്ടോ പൊന്നുമോനെ? ആ പൊന്നുമോൻ അവിടുന്ന് പറയുന്നു, ഉമ്മ കണ്ടു ഉമ്മ, എന്റെ കണ്ണിറയെ കണ്ടു ഉമ്മ. അവിടുന്ന് ചോദിക്കുകയാണ്, ഈമാൻ തുളുമ്പുന്ന ഉമ്മയാണ്, ഈമാൻ തുളുമ്പുന്ന ഉമ്മയാണ്. ആ ഉമ്മ അവിടുന്ന് ചോദിക്കുന്നു, മോനെ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞടാ പൊന്നുമോനെ? മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ അനുവാദം തന്നില്ല ഉമ്മ, ഉമ്മയോടൊപ്പം ഇരുന്നു കൊള്ളാനാ പറഞ്ഞത്. ഞാൻ ചെറുപ്പമായതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ ഇവിടുന്ന് പറയുകയാണ്, ഞാൻ ചെറുപ്പമായതുകൊണ്ട് ഉഹുദിൽ പങ്കെടുക്കാൻ കഴിയില്ല, യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ആ സമയത്ത് തന്റെ ഉമ്മ ഇവിടുന്ന് പറയുകയാണ്, മോനെ, ഒരു അനുവാദം വാങ്ങിക്കൂടായിരുന്നോ? ആ യുദ്ധം നടക്കുന്നതിന്റെ ഓരത്ത് വന്നിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാൻ അനുവാദം ചോദിക്കാമായിരുന്നല്ലോ. വല്ലാത്തൊരു സ്നേഹമാണ്, എന്തൊരു അനുരാഗമാണ്. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള വല്ലാത്ത ആഗ്രഹമാണല്ലോ. ആ ഉമ്മ തന്റെ മകനോട് പറയുന്ന, മോനെ, റസൂലുള്ളാഹി തങ്ങളുടെ ചലനങ്ങളെ നിനക്ക് കണ്ടറിയാമായിരുന്നല്ലോ പൊന്നുമോനെ. ആ യുദ്ധത്തിൻ്റെതായ അരികിൽ പോയിരുന്നു കൊണ്ട് റസൂലുള്ളാഹിയും സഹാബത്തിനെയും നോക്കിക്കാണാമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിനക്ക് കാണാമായിരുന്നല്ലോ. രണ്ടുപേരുടെയും സംഭാഷണം അവിടെ നടക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ശഹീദായി, അല്ലാഹുവിന്റെ റസൂൽ ശഹീദായി. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ആ ശബ്ദം കണ്ടിട്ടതാ ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉഹുദിന്റെ രണാങ്കളത്തിലേക്ക് അവിടത്തേക്ക് കടന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞു പിടിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എനിക്ക് മാറാൻ കഴിയില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ഷഹീദായെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ അതാ പ്രചരിപ്പിക്കുകയാണ് നബിയെ. മാറാൻ കഴിയില്ല നബിയെ, മാറാൻ കഴിയില്ല നബിയെ. എന്തൊരു സ്നേഹമാണെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്നു. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, പൊന്നുമോനെ ഞാൻ ഷഹീദായിട്ടില്ല, എന്നാ ഞാനെന്ന് പറയട്ടെ, ഇന്നലെ നീ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് എന്റെ മുന്നിലേക്ക് കടന്നു വന്നില്ലേ? വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് എന്റെ മുന്നിലേക്ക് നീ കടന്നു വന്നില്ലേ? നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ വാപ്പ ഷഹീദായടാ പൊന്നുമോനെ. നീ ഇന്ന് മുതൽ യതീമാണ്, ഇന്ന് മുതൽ അനാഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്ന പറയുമ്പോൾ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, തണക്കമില്ല നബിയോ, സങ്കടമില്ല നബിയോ, എനിക്കൊരു വിഷമവും ഇല്ല നബിയോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഉഹുദിന്റെ രണാങ്കളത്തിൽ ഷഹീദായി ഷഹീദിന്റെ പട്ടം മേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയതല്ലേ? എന്റെ വാപ്പ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയതല്ലേ? എനിക്ക് യാതൊരു വേദനയുമില്ല നബിയേ. أنت النماب رأينا فيهما مثل حسنك قط يا سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂൽ